മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ എന്റെ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ വചനം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനങ്ങൾ മുഴുവനും മാറ്റിക്കളയാൻ എന്റെ തമ്പുരാൻ ഇടപെട്ടു എന്നുള്ളതാണ് ഈ വചനത്തിന്റെ അർത്ഥം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലതരത്തിലുള്ള അപമാനങ്ങള്, നാണക്കേടുകൾ നമ്മൾ പല രീതിയിലും അനുഭവിച്ചിട്ടുണ്ടാവും. മദ്യപാനിയായ ഒരു മനുഷ്യന്റെ മക്കള്, ആ മനുഷ്യൻ, ആ സ്വന്തം അപ്പൻ മദ്യപിച്ച് ലക്കുകെട്ട് വഴിയിലൂടെ കടന്നു പോകുന്നതിന്റെ നാണക്കേട് അനുഭവിക്കുന്നുണ്ട് ആ മനുഷ്യന്റെ മക്കളും ജീവിത പങ്കാളിയും ഒക്കെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കയ്യബദ്ധങ്ങള് ഓർത്തുവെച്ച് വീണ്ടും നമ്മളെ കുത്തി നോവിക്കുമ്പം നമ്മളും പല സമയത്തും നാണക്കേടുകൾ അനുഭവിക്കാറുണ്ട്. നമ്മുടെ ചില കുറവുകളുടെ പേരില്, ഒരു വിക്കുള്ള കാരണത്തിന്റെ പേരില്, അല്ലെങ്കിൽ സംസാരത്തിലുള്ള ഏതെങ്കിലും ഒക്കെ പ്രശ്നത്തിന്റെ പേരില്, തൊലിയുടെ നിറത്തിന്റെ പേരില് ഒക്കെ പല രീതിയിൽ നമ്മളൊക്കെ ചിലപ്പോൾ നാണക്കേടുകൾ അനുഭവിക്കുന്നുണ്ടാവും. ചില നാണക്കേടുകളൊന്നും ചിലപ്പോൾ മനുഷ്യരുടെ ഇടയിലൊന്നും ആയിരിക്കില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന ചില തോന്നലുകളൊക്കെ ആയി മാറാറുമുണ്ട്. എന്റെ അപമാനങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതെന്റെ സ്വകാര്യത ആയിക്കൊള്ളട്ടെ, ഒരാൾക്കും അറിയാൻ പാടില്ലാത്തതായിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ മനസ്സിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങളായിക്കൊള്ളട്ടെ, പക്ഷെ അതൊക്കെ മാറ്റിക്കളയാൻ വേണ്ടി എന്റെ തമ്പുരാൻ എന്നോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിന്റെ സന്ദേശം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.